നമ്മൾ ഇതിനു മുമ്പ് കണ്ടപ്പോഴൊന്നും ഞാൻ ഈ കമ്പനിയുടെ MD ആയിരുന്നില്ല. ഇയാൾ അപർണ മുരളി എന്ന ഡിസൈനറും. കഴിഞ്ഞതെല്ലാം മനസ്സിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുക, ഡിസൈനർ അപർണ മുരളിയായിട്ട് ജോലി തുടങ്ങുക. ആൻഡ് ഗീവ് മീ യുവർ ബെസ്റ്റ് ആൻഡ് ഗോൾഡൻ ഡിസൈൻസ്. അപ്പു, എടി ഇത് വലിയ ഇഷ്യൂ ആവുന്ന തോന്നുന്നേ. ഇഷ്യൂ വരാൻ പോകുന്നതേ അലീഷ കമ്പനിന്നാ. ഞാൻ എന്തായാലും അവർക്കൊരു മെയിൽ അയക്കാൻ പോവാ. അപ്പൊ അവിടെ ചെന്നില്ലെങ്കിൽ പ്രശ്നമാവില്ലേ? അതിന് ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാ പിന്നെ ഞാൻ എങ്ങനെയാ അലീഷയിലോട്ട് പോകുന്നേ? എടി നീ ഇവിടെ ജോയിൻ ചെയ്തോ? ഞാൻ ഇവിടെ ജോയിൻ ചെയ്തു. പിന്നെ നീ വണ്ടി പോയി എന്റെ ഫയലും ബാഗും ഒക്കെ എടുത്തിട്ട് വരുമോ? ഇതല്ലേ നിന്റെ ഫയലും ബാഗും? MD നിന്നെ വിളിച്ചോണ്ട് പോയപ്പോഴേ എനിക്ക് തോന്നിയത് ഇവിടെ ജോയിൻ ചെയ്യാനാന്ന്. എടി ഞാൻ ആമയെ വിളിച്ചിട്ട് പറയട്ടെ. വേണ്ട വേണ്ട വേണ്ട, നീ ഇപ്പൊ ആമയോട് പറയണ്ട. ഇതെന്തായാലും ഒരു സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. എന്തായാലും എനിക്ക് സന്തോഷമായി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഞാൻ വിളിക്കാം. സീത സാർ എന്ത് പറഞ്ഞു? അപ്പോയിന്റ് ചെയ്തു. ആ, ഇങ്ങ് വന്നേ. ജോലി തുടങ്ങും മുമ്പേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്താ? കഴുതയെ പോലെ കിടന്ന് പണി ചെയ്താലും ഒരു നല്ല വാക്കോ ഇങ്ങനെ സന്തോഷത്തോടെ ഒരു പുഞ്ചിരി പോലും MD-യിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. ഇനി എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായാലോ, അത് കൃത്യമായിട്ട് കണ്ടുപിടിക്കുകയും ചെയ്യും, പറഞ്ഞ് വെറുപ്പിച്ച് പച്ചയ്ക്ക് കത്തിക്കുകയും ചെയ്യും. അതെനിക്ക് തോന്നി. എപ്പോഴാ ദേഷ്യം വരാന്ന് പറയാൻ പറ്റില്ല. ഇങ്ങയുടെ പേര് കേൾക്കുന്നതേ ഇവിടെ എല്ലാവർക്കും പേടിയാ. പക്ഷേ എടുത്തുചാട്ടം മാത്രമേ ഉള്ളൂ. ആളൊരു ശുദ്ധന. കമ്പനിയുടെ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷോയാണെന്നാ എനിക്ക് തോന്നുന്നത്. നോക്കട്ടെ എത്രത്തോളം പോവാൻ പറ്റൂന്ന്. എനിക്ക് ഒരു പ്രസന്റേഷൻ. അപർണ, അപർണയുടെ ചെയർ അവിടെയാണ്. അസൈൻമെന്റിന്റെ ഡീറ്റെയിൽസും ഫയൽസും ഒക്കെ ഞാൻ തരാം. ഓക്കെ? പുലന്നൻ സാറിനെ MD വിളിക്കുന്നു. വെൽക്കം ടു സൊനാലി ഫാബ് ഡിസൈൻസ്. താങ്ക് യു. ജോയിൻ ചെയ്തല്ലേ? ജോയിൻ ചെയ്യാനല്ല ഞാൻ വന്നത്, ചില കാര്യങ്ങൾ പറയാനാ വന്നത്. അത് ഈ ഓഫീസിൽ വന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങളുടെ MD വിളിച്ചോണ്ട് വന്ന് എനിക്ക് അപ്പോയിന്റ്മെന്റ് തന്നു, ചീഫ് ഡിസൈനറായിട്ട്. എന്നെയും ചീഫ് ഡിസൈനറായിട്ട് പോസ്റ്റ് ചെയ്തതാണ്. സൊനാലിയുടെ യഥാർത്ഥ MD സേതുപതി നാരായണൻ എന്ന് വെച്ച സിദ്ധുവിന്റെ പപ്പ, സൊനാലിയുടെ ഫൗണ്ടർ. ഞങ്ങളുടെ കുടുംബത്തിലെ ഏത് തീരുമാനത്തിന്റെയും ലാസ്റ്റ് വേർഡ്. ഏത് തീരുമാനവും കൺഫേം ചെയ്യണമെങ്കിൽ ആ ഫയൽ സൊനാലി ബംഗ്ലാവിൽ എത്തണം. എല്ലാ ഫയലിന്മേലും തീരുമാനം എടുക്കുന്നതേ പപ്പയാ. ആ പപ്പയാ എന്നെ ചീഫ് ഡിസൈനറായിട്ട് പോസ്റ്റ് തന്ന് ഇങ്ങോട്ട് അയച്ചത്. പക്ഷെ എന്നെ ഇപ്പൊ ഇവിടെ ജോയിൻ ചെയ്യിച്ചത് സിദ്ധു സാറാണല്ലോ. ഇനിയിപ്പോ ഫൈനൽ ഡെസിഷൻ സൊനാലി ബംഗ്ലാവ് നെഗറ്റീവ് ആണെങ്കിൽ നെക്സ്റ്റ് ഡേ ഞാൻ ഇവിടുന്ന് പോവേണ്ടി വരുമോ? അപർണ, ഇന്ന് തന്നെ ഫൈനൽ ഡ്രാഫ്റ്റ് കൊടുക്കണമെന്നാ സാർ പറഞ്ഞേ. ഓക്കെ ഓക്കെ. ഇപ്പൊ അപർണ ഈ പോസ്റ്റിൽ കൊണ്ടിരുത്തിയിരിക്കുന്നതേ പപ്പയാ. അതും എന്റെ ഒറ്റ വാക്കില്. ഞാനാ പപ്പയുടെ മുന്നില് ഇയാളുടെ കാര്യം സജസ്റ്റ് ചെയ്തത്. എനിക്ക് സൊനാലിയിൽ വർക്ക് ചെയ്യാൻ ഒരു പോസ്റ്റിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. ഐ എം ഓൾറെഡി എ പാർട്ട് ഓഫ് ദിസ് ഫാമിലി.
അപ്പോ എന്നെ ഈ പോസ്റ്റിലോട്ട് ഇരുത്തിയത് സിദ്ധാർത്ഥ് സാർ അല്ലെന്നാണോ പറയുന്നത്? ഇരുത്തിയത് സിദ്ധുവാണ്. അത് പപ്പയുടെ ഓർഡറിൽ, അതും എന്റെ വാക്കില്. ഇവിടെ ഇരിക്കുന്ന സിദ്ധു സാറിന് പ്രത്യേകിച്ച് വോയിസ് ഒന്നും ഇല്ലല്ലേ? ഡയറക്ടേഴ്സ് ബോർഡില് 4-5 പേരുണ്ട്. അതിലൊരാള് മാത്രമാണ് സിദ്ധു. ഈ ഓഫീസിന്റെ ചാർജ് സിദ്ധുവിനാണെന്നേ ഉള്ളൂ. അപ്പോ ഈ MD കാണിക്കുന്നത് മുഴുവൻ ജാടയല്ലേ? നമ്മള് വലിയ റെസ്പെക്ട് ഒന്നും കൊടുക്കണ്ടല്ലോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞങ്ങളുടെ ഓഫീസിൽ എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യണമെന്ന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതിവിടെ പാലിച്ചേ പറ്റൂ. മാഡം ഈ റൂൾസ് ഒക്കെ പാലിക്കാറുണ്ടോ? എന്തിനാ പറഞ്ഞ അൺവാണ്ടഡ് ക്വസ്റ്റ്യൻസ്? ഇയാൾ ഒരു നല്ല ഡിസൈനർ ഒക്കെയാണ് കേട്ടോ. ഉള്ള കാര്യം പറയണല്ലോ. എന്നെ പോലൊരു ഡിസൈനർക്ക് മറ്റൊരാളുടെ ഡിസൈൻ അങ്ങനെ വെറുതെ ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ടാ ഇയാളുടെ കാര്യം ഞാൻ റെക്കമെൻഡ് ചെയ്തത്. അന്ന് ഇയാളെ പറഞ്ഞു വിട്ടപ്പോഴേ ഇവിടെ വലിച്ചെറിഞ്ഞിട്ട് പോയൊരു പേപ്പറില്ലേ, എന്തൊക്കെയോ വരച്ചും കുറിച്ചൊക്കെ ഇട്ടിരുന്നത്, ഞാനതൊന്ന് മോഡിഫൈ ചെയ്ത് പപ്പയെ കാണിച്ച് ഒരു വിധത്തില്ല സമ്മതിപ്പിച്ചെടുത്തത്. പപ്പയ്ക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോ ഞാൻ താങ്ക്സ് പറയേണ്ടത് മാഡത്തിനോടാ അല്ലേ? നമ്മള് താങ്ക്സ് ഒന്നും പ്രതീക്ഷിച്ചല്ലോ. താനിവിടെ നേരത്തെ നടത്തിയൊരു ഷോ ഉണ്ടായിരുന്നല്ലോ, അത് അതേപടി പപ്പയോടും സിദ്ധുവോടും പറഞ്ഞിരുന്നെങ്കിലേ ഇപ്പൊ താൻ ഈ ചെയറിലിരിക്കത്തില്ലായിരുന്നു. അതൊരൗദാര്യമായി മാത്രം കണ്ട് മര്യാദയ്ക്ക് തന്റെ ഡ്യൂട്ടി ചെയ്യാൻ നോക്ക്. ഇയാളുടെ പേരെന്താന്നാ പറഞ്ഞേ? എന്റെ പേര് ഇയാൾക്ക് അറിയാം, പക്ഷേ ആ പേര് വിളിക്കണ്ട. വിളിക്കേണ്ടത് പ്രതിഭ മാം. അത് മതി. നമ്മള് തമ്മി ഒഫീഷ്യലി ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ. എന്നാലേ മാം കേട്ടോളൂ. ഇപ്പൊ ഈ കാണിക്കുന്ന ഷോ ഉണ്ടല്ലോ, എന്റെ ഷോയുടെ 7 അയലത്ത് വരില്ലെങ്കിലും ഷോ തന്നെയാ. ഇതിന്റെ പേര് കോംപ്ലക്സ്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. അത് മനസ്സിലാക്കിയതുകൊണ്ട് ഇതുവരെ സൈലന്റ് ആയിട്ടിരുന്നത്. പറഞ്ഞു തീർത്തോട്ടെ എന്ന് വിചാരിച്ചതാ. ഞാൻ നിങ്ങളെ പോലെ സൊനാലി ഫാമിലിയുടെ ക്ലോസ് റിലേറ്റീവ് ഒന്നും അല്ല. പക്ഷെ മറ്റൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ ഇറങ്ങിയ എന്നെ നിങ്ങളുടെ MD നിർബന്ധിപ്പിച്ച് ഇവിടെ ജോയിൻ ചെയ്യിപ്പിച്ചത് വെറുതെ അല്ല. അതിനൊരു കാരണമുണ്ട്. തനിക്കില്ലാത്തതും എനിക്കുള്ളതുമായ ഒരു റീസൺ, ടാലന്റ്. അതുള്ളിടത്തോളം ഒരിടത്തും വലിഞ്ഞു കയറി വരേണ്ട ആവശ്യം എനിക്കില്ല. എന്റെ ഡിസൈനിൽ ഓൾട്ടർനേഷൻ വരുത്തി എനിക്ക് ജോലി വാങ്ങിത്തന്ന ആളാണെന്നല്ലേ പറഞ്ഞത്? ഞാൻ പറയുന്നത് അഹങ്കാരമായിട്ട് തനിക്ക് തോന്നിയാലും എനിക്ക് നോ പ്രോബ്ലം. അപർണ മുരളി വരയ്ക്കുന്ന ഒരു ഡിസൈൻ മോഡിഫൈ ചെയ്യാൻ മാത്രമുള്ള കഴിവൊന്നും ഈ ജന്മത്തിയാൾക്ക് ഉണ്ടാവാൻ പോകുന്നില്ല.
പിന്നെ ഈ സ്ഥാപനത്തിന്റെ MD എന്നെ ഡിസൈനേഴ്സിന്റെ ഹെഡായിട്ടാ ഇപ്പൊ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. അപർണ മുരളി അങ്ങനെ ഒരു പോസ്റ്റിൽ ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ സ്കെച്ചസ് ആദ്യം കാണുന്നത് ഈ MD ആയിരിക്കും. അതിൽ ആരുടെയും സഹായമൊന്നും എനിക്ക് ആവശ്യമില്ല. എന്താ സംശയമുണ്ടോ? ഇയാൾക്കുണ്ടാവും, പക്ഷേ എനിക്കില്ല. അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് വെയിറ്റ്, ഐ വിൽ ഷോ യു. സാറേ, സൊനാലി ബംഗ്ലാവിന്റെ മുന്നിൽ വന്ന് ഒരു പെണ്ണിങ്ങനെ വെല്ലുവിളിച്ച സാറ് വിട്ടുകൊടുക്കോ? അതിന് തുല്യല്ലേ സാറേ നമ്മുടെ ഓഫീസിൽ വന്നിട്ട് ഭീഷണിപ്പെടുത്തിയത്? നിങ്ങളൊരു മാനേജറല്ലേ, നിങ്ങളത് കേട്ടോണ്ടോന്നു? ഏയ്, ഞാൻ താഴോട്ട് ഇറങ്ങിച്ചെല്ലാൻ നിക്കായിരുന്നു. പിന്നെ എന്നെ ഞാൻ തന്നെ അങ്ങോട്ട് വിലക്കി. ഇക്കാലത്ത് പെണ്ണുങ്ങളോടൊന്ന് കണ്ണുരുട്ടി കാണിക്കാൻ പോലും പറ്റത്തില്ല സാറേ. അപ്പൊ തന്നെ അവറ്റങ്ങള് കേസ് കൊടുക്കും. അവറ്റങ്ങള് പരാതി കൊടുത്താലേ നമ്മളെ പോലുള്ള ആണുങ്ങള് അകത്താ കിടക്കും. സാറേ, ഇങ്ങനൊരു ഡിസൈനറെ ഈ സ്ഥാപനത്തില് നമ്മൾ അങ്ങോട്ട് കൊണ്ടു നടക്കണത് ബുദ്ധിയാണോ? അതൊക്കെ സാറൊന്ന് ആലോചിച്ചെടുക്കേണ്ട തീരുമാനമല്ലായിരുന്നാ? വളരെ ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാ. ആ കുട്ടി പ്രൊഫഷണലാ. നമ്മളൊരു പൊസിഷനും സാലറിയും ഫിക്സ് ചെയ്തിട്ടുണ്ട്. കമ്പനിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആ കുട്ടി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ബെസ്റ്റ് റിസൾട്ടാ. അത് തരുന്നില്ലെങ്കിൽ അപ്പൊ നോക്കാം. സാറേ, സാറിന്റെ മുന്നിലേ ഈ സ്മാർട്ട്നെസ് ഒക്കെ കാണിക്കും, ഒതുങ്ങി നിൽക്കും. പക്ഷെ ഒരു ചീഫ് ഡിസൈനർ പൊസിഷനെ ഈ കുട്ടി മിസ്യൂസ് ചെയ്യും. എല്ലാരും മിസ്ഗൈഡ് ചെയ്യും. ആ കുട്ടിയുടെ ക്യാരക്ടർ അങ്ങനെയാ സാറേ. ഞങ്ങള് ഇതിനു മുൻപും ആ കുട്ടിയുടെ പ്രകടനം കണ്ടിട്ടുള്ളതാ. സാറ് ആ കുട്ടി ഇപ്പോഴല്ലേ നേരിട്ട് കാണുന്നത്? ആര് പറഞ്ഞു? എനിക്ക് ഈ കുട്ടിയെ നേരത്തെ അറിയാം. സാറിനറിയോ? അതെങ്ങനെ അറിയാം? എങ്ങനെ അറിയാന്ന് ഞാനത് തന്നെ ബോധ്യപ്പെടുത്തണം. ഏയ് അല്ല സാറേ, എന്നാലും നിങ്ങൾ തമ്മിൽ എങ്ങനെയുള്ള ബന്ധാ സാറേ? നിങ്ങൾ കോളേജിലും മറ്റും ഒരുമിച്ച് പഠിക്കാനും ചെയ്തോ? അതെ. അന്നേ 5ാം ക്ലാസ് മുതൽ ഞങ്ങൾ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചു. ഓ, സ്കൂളിലും കോളേജിലും അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് പഠിച്ചു. MBAയും ഫാഷൻ ഡിസൈനിങ്ങും പഠിക്കാൻ ഞാൻ അവളെയും കുട്ടി ലണ്ടനിലേക്ക് പോയി. എന്നിട്ടിപ്പോ തിരിച്ചു കൊണ്ടുവന്ന് ഒന്നും പറയാത്ത നമ്മുടെ കമ്പനിയിൽ ജോലിയും കൊടുത്തു. തനിക്ക് ഇപ്പൊ കാര്യങ്ങൾ ബോധ്യായാലോ? അതെ, വണ്ടർ ത്രെഡിന്റെ ഡെലിവറി ഡേറ്റ് എന്നാ. അതുല ഞാൻ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. എന്നാ പിന്നെ അതിന്റെ കാര്യങ്ങൾ ചെയ്തോ. വിശേഷം അറിയാൻ വന്നേക്കുന്നു. ഇരിക്കുമോളെ. 2012 മാർച്ച് ടു 2016 ഫെബ്രുവരി വരെയുള്ള ഗാംഗുലി ഗ്രൂപ്പിന്റെ
ഫിനാൻഷ്യൽ ട്രാൻസാക്ഷന്റെ ഡീറ്റെയിൽസ് പ്രിന്റ് ഔട്ട് എടുത്ത് എനിക്ക് തരണം. പപ്പ അത് ഓഡിറ്ററുടെ ഫയലിലുണ്ട്. പോരാ, എനിക്ക് ചില കൺഫ്യൂഷൻസ് ഉണ്ട്. പപ്പ സിദ്ധു ചാർജ് എടുത്തതേ ആ ഇയറിലുള്ള ജനുവരിയില്. അതിനുശേഷമുള്ള എല്ലാ ഫയൽസും പ്രോപ്പർ അല്ല. എനിക്ക് 2012 മുതൽ സിദ്ധു ചാർജ് എടുക്കുന്നതിന് മുമ്പ് വരെയുള്ള ഡീറ്റെയിൽസാ വേണ്ടത്. അതില് കൺഫ്യൂഷൻ വരാനുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പപ്പ. ടാക്സ് ഒക്കെ കൃത്യമായിട്ട് ഫയൽ ചെയ്തിട്ടുണ്ടല്ലോ. ഫയൽ ചെയ്തിട്ടുണ്ട്, അതെല്ലാം പ്രോപ്പറാ. പക്ഷെ റിട്ടേൺ അതിലെനിക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. എങ്കിലത് സിദ്ധു കാര്യങ്ങൾ കുഴപ്പിക്കുന്നതാ. അവൻ അതിനായിട്ടൊന്നും നേരമില്ലല്ലോ. മോളെ, നീ നെക്സ്റ്റ് വീക്ക് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു ക്ലാരിറ്റി വേണം. എല്ലാ ഫയലും കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം ഓഫീസിലേക്ക് പോകാൻ. അതുകൊണ്ടാ ഈ ഡീറ്റെയിൽസ് എടുക്കാൻ ഞാൻ പറയുന്നത്. അത് ഞാൻ നോക്കിക്കൊള്ളാം പപ്പ. മുന്നേ പപ്പ വിളിക്കുന്നേ. ചീഫ് ഡിസൈനറായിട്ട് പപ്പ പോസ്റ്റ് കൊടുത്തോണ്ടേ അവിടെ പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുക. ആ മുന്നു, എന്തായി? എല്ലാം ഓക്കെ അല്ലേ? നീ ജോലി തുടങ്ങിയോ? ജോലി തുടങ്ങിയോന്നോ? അവള് ജോലി തുടങ്ങി. ഏതവള്? അപർണ മുരളി, നിങ്ങളുടെ സിദ്ധുന്റെ കാൻഡിഡേറ്റ്. അവള് ജോയിൻ ചെയ്തോ? ആ, അവള് വരില്ലെന്നാണല്ലോ ഉലഹനാൻ പറഞ്ഞത്. രാവിലെ വന്നിട്ടേ വലിയ ഷോ ഒക്കെ കാണിച്ച് ഇവിടെ നിൽക്കുമായിരുന്നു. ആക്ച്വലി അവളെ പറഞ്ഞു വിട്ടേന്റെ കലിപ്പ് തീർക്കാൻ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ സ്റ്റാഫിനോട് എന്നോടൊക്കെ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സമയത്താ സിദ്ധു വന്നത്. പിന്നെ രണ്ടു കൂട്ടരും മിണ്ടാട്ടമില്ലാതെ നിൽക്കുമായിരുന്നു. കടിച്ചു കീറുന്നാ വിചാരിച്ചത്. പിന്നെ നോക്കിയപ്പോ അവളെയും കൊണ്ട് ഓഫീസിൽ പോയി അപ്പോയിന്റ്മെന്റ് ഓർഡർ എടുത്ത് മേശപ്പുറത്ത് വെച്ച് ജോലിയും തുടങ്ങി. ഏതായാലും ഞാൻ നാണം കെട്ടു ചേച്ചി. പാർട്ടി കൊടുക്കാന്ന് പറഞ്ഞതാ. ഇനി എങ്ങനെ അവരുടെയൊക്കെ മുഖത്ത് നോക്കും? കഷ്ടം. നീ വിഷമിക്കണ്ട. ഞാൻ ഓഫീസിൽ വന്ന് ജോയിൻ ചെയ്യാൻ പോവല്ലേ. ഒരാഴ്ചയും കൂടെ അവള് ജോലി ചെയ്യട്ടെ. അത് കഴിഞ്ഞ് അവളുടെ ഫ്യൂച്ചർ എന്തായിരിക്കുമെന്ന് ഞാൻ പ്ലാൻ ചെയ്തോളാം. നീ ഫോൺ വെച്ചോ. ശരി ചേച്ചി. പപ്പ, ആ കൊച്ചു വന്നെന്നവിടെ. ആര്? അപർണ എന്ന് പറഞ്ഞ കുട്ടിയില്ലേ, അവളിന്ന് ജോയിൻ ചെയ്തെന്ന്. കൽത്തോട്ടത്തിൽ ഫാമിലിയിലെ കുട്ടിയല്ലേ? ആ, ആ കുട്ടി ജോയിൻ ചെയ്യുമെന്ന് എന്റെ മനസ്സ് പറഞ്ഞു. നമ്മളുമായിട്ടുള്ള ബിസിനസ് റീഓപ്പൺ ചെയ്യാൻ ഇതൊരു അവസരമല്ലേ? ആ ബുദ്ധി അവരത് കാണിക്കും, എനിക്കറിയാം. ആ കുട്ടിയുടെ ടാലന്റ് നന്നായി യൂട്ടിലൈസ് ചെയ്താ പോരെ? നമ്മുടെ മുന്നും ആ കുട്ടിയോടെ ചേർന്നാൽ നല്ല റിസൾട്ട് കിട്ടും. അത് നോക്കിയാൽ മതി. ഈ മെയിലിൽ നിന്ന് റിപ്ലൈ കൊടുത്തേരെ. എടോ ഉലഹനാനെ, അവിടെ എന്തൊക്കെയാ നടക്കുന്നേ? നിങ്ങൾ ഓഫീസിൽ നേരെ ഇങ്ങോട്ട് വന്നേ. അപ്പൊ എല്ലാവർക്കും വേണ്ടി ഒരു വട്ടവും കൂടി പറയാം. മുട്ട, ചെറുനാരങ്ങ, കറിവേപ്പില ഇത്ര ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുത്ത മിശ്രിതം ഉറങ്ങുന്നതിന് മുൻപ് തലയിൽ തേച്ച് പൊത്തി വെക്കുക ഒരു രാത്രി മുഴുവൻ. പിറ്റേന്ന് നേരം വെളുക്കുമ്പോ കഴുകിക്കളയുക. പിന്നെ നോക്കിയാ നിങ്ങളുടെ തലയിൽ താരന്റെ ഒരു ലാഞ്ചന പോലും കാണില്ല. എടുക്കുന്നില്ലേ മോളെ? കൂന്നടിക്കുന്നതല്ലാതെ റിങ്ങില്ലമ്മേ. എറണാകുളത്ത് ചെന്നിറങ്ങിയ ഉടനെ വിളിക്കാന്ന് പറഞ്ഞതാ. നേരെ ഇത്രയായി. നീയൊന്ന് സമാധാനിക്ക, അവള് വിളിക്കും. എല്ലാരും കൂടെ പറഞ്ഞ് വിഷമിപ്പിച്ചിട്ടല്ലേ അതിനെ വിട്ടത്. ഒരു നല്ല കാര്യത്തിന് പോകാൻ ഇറങ്ങിയപ്പോ ആവശ്യമില്ലാത്ത എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ അതിന്റെ മനസ്സ് തളർത്തിയത്. അങ്ങനെ മനസ്സ് തളർന്നു പോകുന്ന കുട്ടിയൊന്നും അല്ല അമ്മി അവള്. മധുവിന്റെ മുമ്പിൽ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ നീ? അവളുടെ തള്ളയുടെ തനി സ്വരൂപവും സ്വഭാവവും അവളുടേത്. ഈ കുടുംബം മുഴുവൻ നോക്കിയത് അവരല്ലായിരുന്നോ? അവരുടെ കഴിവും ശേഷിയും കുറച്ചെങ്കിലും അവൾക്ക് കാണാതിരിക്കുവോ?
ഒരു കാര്യം ചെയ്യേ, ആ ഫോൺ അവിടെങ്ങാനും വെക്ക്. കറണ്ട് പോകുന്നതിന് മുമ്പ് നീ ആ മിക്സിയിൽ ഇച്ചിരി അരച്ചെടുക്കാമീ. കൊച്ചു വിളിച്ചോളും, നീ സമാധാനപ്പെട്.